മാള നെയ്തക്കുടി പരനാട്ടുകുന്ന് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പ്രധാന ജലസ്രോതസ്സായ ഓരുപുഴ പാടശേഖരത്തിൽ മത്സ്യകൃഷിയുടെ പേരിൽ വ്യാപകമായി ആഴത്തിൽ ചെളിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് നെയ്തക്കുടി കുടിവെള്ള സംരക്ഷണ സമിതി ഭാരവാഹികൾ മാളയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അനധികൃത നിർമ്മാണം ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കുന്നതാണ്. ഇത് തടയാൻ മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമുണ്ടെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി. നെയ്തക്കുടി പരനാട്ടുകുന്ന് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പ്രധാന ജലസ്രോതസ്സായ ഓരുപുഴയിൽ കുറച്ചു നാളുകളായി മത്സ്യകൃഷിയുടെ പേരിൽ വ്യാപകമായി ആഴത്തിൽ ചെളിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് നെയ്തക്കുടി കുടിവെള്ള സംരക്ഷണ സമിതി ഭാരവാഹികൾ മാളയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രദേശത്തെ ഈ 100ലധികം ഏക്കറോളം വരുന്ന ഈ പ്രദേശം ഗിരിയാന്തൻ ഫാം എന്ന് പറയുന്ന എറണാകുളത്ത് അതിൻ്റെ പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള ഇത് ലീസിനെടുത്താണ് ഇപ്പോൾ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 2018 ഇവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അന്ന് ഈ ജനകീയ സമരസമിതിയുടെ നേതൃത്വം കൊടുത്തിരുന്നത് ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനും ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായിരുന്ന നമ്മുടെ മാളയുടെ മുൻ MLA ആയിട്ടുള്ള ശ്രീ ദൈവ ശശിയാണ് സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള നാട്ടുകാരുടെ പരാതി പ്രകാരം കളക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് മാള ഗ്രാമപഞ്ചായത്ത് 2018 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം പരാതിക്കാരെ അതുപോലെ തന്നെ ഈ ഫാം ഡൊമൈൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ യോഗം നടത്തി തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്നത് ആ തീരുമാനം കാര്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതിന് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കോപ്പി നമ്മൾ ഇന്നിവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അടിയന്തരമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആഴത്തിൽ ചെളിയെടുക്കുമ്പോൾ വേലിയേറ്റത്തിൽ കയറി വരുന്ന ഉപ്പുവെള്ളം വർഷം മുഴുവനും കെട്ടിനിൽക്കുന്നതാണ്. ഇത് തൊട്ടടുത്തുള്ള ജനവാസ മേഖലയിലെ ജലസ്രോതസ്സുകളെ മലിനമാക്കും. 1998 വരെ ഈ പാടശേഖരത്തിൽ മനുഷ്യനിർമ്മിതമായി മാത്രമാണ് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ ബണ്ടുകൾ ബലപ്പെടുത്തുന്ന പ്രവർത്തികൾ നടത്തിയിരുന്നത്. 1999 മുതൽ 2017 വരെ ഈ പൊക്കാളി പാടശേഖരത്തിൽ സ്വാഭാവികമായ വേലിയേറ്റ വേലിയിറക്കത്തിലൂടെ മത്സ്യബന്ധനം നടത്തി വന്നിരുന്നു. 2018 ആഴത്തിൽ ചെളിയെടുക്കുന്ന പ്രവർത്തികൾ നടന്നപ്പോൾ ജനകീയ സമരസമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഈ പരാതി പ്രകാരം കളക്ടർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവിടുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി 2018 ഫെബ്രുവരി 3-ാം തീയതി പരാതിക്കാർ, ഫാം ഉടമ എന്നിവർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം നടന്നു. ഈ യോഗത്തിൽ പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്ന് ബോധ്യപ്പെട്ട് ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തിരുന്നതായും ഇത് നടപ്പിലാക്കണം എന്നതാണ് സമരസമിതിയുടെ ആവശ്യമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. മേൽ സാഹചര്യം നിലനിൽക്കവേ 2023 ഡിസംബർ 10-ാം തീയതി കിരിയാന്തൻ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങി. നിലവിൽ ഫാം ഉടമകൾ നടത്തുന്ന അനധികൃത നിർമ്മാണം ജലത്തിൻ്റെ സ്വാഭാവികത ഒഴുക്കിനെ ബാധിക്കുന്നതാണ്. ഇത് തടയാൻ മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമുണ്ടെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി. കണ്ടൽക്കാടുകൾ വെട്ടിനിരത്തി ആഴത്തിൽ മണ്ണെടുത്ത് നടത്തുന്ന മത്സ്യകൃഷി മൂലം 100 കണക്കിന് കിണറുകളിലും ഏക്കർ കണക്കിന് പാടശേഖരത്തിലും ഉപ്പുവെള്ളം കയറാൻ ഇടവരുത്തുമെന്നും സമരസമിതി പറഞ്ഞു. ഇടതുപക്ഷത്തെ CPIയുടെ യുവജന സംഘടന മത്സ്യഫാം ഉടമകളിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതായുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇത് ജനകീയ സമരത്തെ ഇല്ലാതാക്കാനുള്ള ആരോപണം മാത്രമാണെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. അനധികൃത പണം ആവശ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഫാം ഉടമകൾ പരാതി നൽകിയില്ലെന്നും സമരസമിതി ചോദിച്ചു. സമരസമിതി ഭാരവാഹികളായ സോയ് കോലഞ്ചേരി, CK സതീശൻ, KP രാജീവ്, PR ജിനീഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മീഡിയ ടൈം, മാള.